ഹലോ. അപ്പോൾ നമ്മൾ ഡേ 8 ആണ്. അപ്പം ഇന്ന് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. അപ്പോൾ ഞാൻ ക്ലിനിക്കിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് എത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പോകുന്ന വഴിക്ക് എനിക്കൊരാൾ നോമ്പാണോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് കാരക്കൊക്കെ തന്നു. എനിക്ക് ആദ്യമായിട്ട് കേട്ടോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ പലരും ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ നോമ്പ് തുറക്കുന്നെങ്കിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബസ്സിൽ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി അങ്ങനെ ചെയ്തത്. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ എത്തിയപ്പം ഇവരൊക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു 7 ദിവസങ്ങൾക്ക് ശേഷം ജ്യൂസ് കുടിച്ചു ഗൈസ്. എന്തൊരു ഫീലാണെന്നറിയോ. എനിക്ക് മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പ്രത്യേകിച്ചും. അപ്പം ഇന്ന് ഞങ്ങൾ മന്തി കഴിക്കാൻ പോകാനൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉപ്പാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മളിന്ന് പോയപ്പോഴും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അനീറ്റി പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയിക്കോ. അവളുടെ ഒരു ട്രീറ്റ് ആയിരുന്നു ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോഴും ആൾക്കൊരു ഐഡിയ ഇല്ല ആളുടെ ബർത്ത്ഡേ ആണെന്നുള്ളത്. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഷർട്ടും പാൻറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ റിയാക്ഷൻ നിങ്ങൾ കണ്ടു നോക്ക്. ഞാൻ തന്നെ ഭയങ്കര സന്തോഷം ഇത് കണ്ടപ്പോൾ. ഹാപ്പി ബർത്ത്ഡേ. ഒരു ഉമ്മയാണ് കൊടുക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ 28 ആണല്ലോ അല്ലേ?